ഇതിൻ്റെ പകുതിയോളമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇട്ടിരുന്ന് വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് നമുക്ക് കുറേശ്ശായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ എനിക്ക് അത്രയും ഒരുമിച്ച് വേണ്ട. അത് കാരണം ഞാൻ പകുതി എടുത്തുള്ളൂ. പകുതി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് തീർന്നിട്ട് അതെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വൈകുന്നേരം അതാ ഇപ്പം തന്നെ എല്ലാം ഇതാകണ്ടോ പൊടിഞ്ഞ് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ തന്നെ വച്ചിരിക്കുന്നത്. നാളെ എടുക്കാറുള്ളൂ. അപ്പോൾ നാളെ ഞാൻ ഇത് രണ്ട് വെള്ളം ഞാൻ കഴുകും. അപ്പം നമുക്ക് ഫുള്ളിട്ടാൽ വലിയ പാടാണ് കഴുകി എടുക്കാനായിട്ട്. ഇതാകുമ്പം നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. അപ്പം നാളെ ഞാൻ ഇത് 2 വെള്ളം കഴുകിയിട്ട് എടുത്ത് ചെറിയ തണലത്തിട്ട് എടുത്തങ്ങ് വയ്ക്കും. എനിക്ക് കുറേ നാളത്തേക്ക് മതി. ഞാൻ ചരിച്ചോറൊന്നും അങ്ങനെ അധികം ഞാൻ ഉപയോഗിക്കാറില്ല. കരിയിലയാണ് ഇടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പിന്നെ നമ്മുടെ ചെടിയൊക്കെ വയ്ക്കുമ്പോഴേ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇടാറുണ്ട്. ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെയാണ് ഞാൻ വാങ്ങി വെച്ചത്. ഇത് ഞാനിപ്പോൾ ശ്രീകാര്യത്ത് നമ്മളെ മീറ്റ് വന്നപ്പം പുട്ടിക്കരയിൽ നിന്ന് ഞാൻ 2 എണ്ണം മേടിച്ചു. ഇത് അതിന് മുന്നേ വാങ്ങിയതാണ്. അതിന് മുന്നേ നമ്മുടെ വില്ലേജ് അഗ്രോയുടെ വണ്ടി ഇവിടെ വന്നപ്പോൾ മേടിച്ചതാണ്. അപ്പം ഞാനത് എടുത്തില്ലായിരുന്നു. ഇതൊന്നും ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതെനിക്ക് ഭയങ്കര മടിയാണ്. ഇന്നിപ്പോൾ എന്തായാലും അങ്ങ് മടി മാറ്റി എടുക്കാമെന്ന് വെച്ചു എന്ന് വിചാരിക്കും. പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ച് വയ്ക്കും. അപ്പോൾ അതിന് മുന്നേ മേടിച്ചതാണ്. എന്നിട്ട് ഇപ്പം 2 എണ്ണം മേടിച്ചത് ഇരിപ്പുണ്ട്. ഇതെടുത്തില്ല, അതിന് മുമ്പുള്ളതാണ്. അപ്പോൾ നാളെ ഇതൊന്നൊരു ദിവസം ഇവിടെ കിടന്നോട്ടെ അല്ലേ. നമുക്ക് നാളെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയില്ല. നമ്മുടെ ഇത് ഞാൻ കഴുകി 2-3 ഇതാക്കി ചെറിയ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത്, അല്ലെങ്കിൽ ഇരുന്ന് ഒരുമാതിരി ചെറിയ പൂപ്പൽ പോലെ വരും എടുത്തത്. ഇനി ഇതിന് ഞാൻ ചാക്കിൽ വാരി കെട്ടി വെച്ചിരുന്ന് കുറേശ്ശായിട്ട് എടുക്കുക. ഞാൻ അധികം ഉപയോഗിക്കാറില്ല. കൂടുതലും കരിയിലേ ഉപയോഗിക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. ഇത് നമ്മുടെ ഒരു പകുതി ഭാഗം എടുത്തതാണ് ഒന്നിൻ്റെ. അപ്പം ബാക്കി അവിടെ ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ചെടുത്ത് തന്നെ ഞാൻ കുറേ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു, ടെറസിൻ്റെ മേളിലുള്ള. ബാക്കി ഇനി ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എടുക്കാം. കുറേ നാളുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയാക്കി എടുത്തത്. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് ഞാനിത് ഇപ്പം ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തപ്പം ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ കരിയില ഉപയോഗിക്കുന്നവർക്ക് അധികം ആവശ്യമില്ല. ഞാൻ കൂടുതലും കരിയില പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ വീഴുന്ന ഉണങ്ങിയ ഇലകൾ എല്ലാം ഇപ്പോൾ ഇത് ഇന്നലെയും പോയി ഒരു ചാക്ക് വാരി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇടുന്നത്. ഇത് ഞാൻ കൂടുതലും ചെടികൾ നടാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പച്ചക്കറിക്ക് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും വെറുതെ വാങ്ങി കാശ് കളയണ്ടല്ലോ. ഇതെപ്പോഴും ഞാൻ ഇപ്പോൾ അടുത്ത് കിട്ടിയപ്പം മേടിച്ച് വെച്ചിരുന്നതുകൊണ്ട് ഇപ്പോൾ അത് റെഡിയാക്കി എടുത്തു. ഇതിനെ വാരി ചാക്കിനകത്തുനിന്നാക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും നനയാതെ മഴയൊന്നും നനയാതെ കൊണ്ട് വച്ചിരുന്നാൽ കുറേ നാൾ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. അനുപിടിക്കും. നമ്മുടെ പകുതി എടുത്തപ്പോൾ തന്നെ അതാ എനിക്ക് ഇത്രയുണ്ട്, അരച്ചാക്കോളം ഉണ്ട്. ഫുള്ളെടുത്താൽ നമുക്കൊരു 3/4 ചാക്കിന് കിട്ടും.